അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നടന്ന തഫ്ഹീമു തിലാവ വായന പരീക്ഷയുടെ ആൻസർ കീ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ചില ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതായത് ഇത് വായിക്കാനാണ്, ഇത് ഇന്ന് ഫുള്ള് വായിക്കാനാണ് അല്ലേ. അപ്പൊ ഇതെന്താ വായിക്കുക? ഉബ് ഉബ്, അടുത്ത് ദുർ ദുർ, പിന്നെ ലക്കി യദുൻ. അപ്പൊ ഇതിൽ ഒരക്ഷരം വായിച്ചാൽ അതിന് മാർക്ക് ഉണ്ടാവും കേട്ടോ. ഊന്ന് മാത്രം വായിച്ചാൽ ആ കുട്ടിക്ക് മാർക്ക് ഉണ്ടാവും. അതിനനുസരിച്ചുള്ള മാർക്കേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇപ്പോൾ 4 ഒന്നിന് 4 മാർക്ക്, അങ്ങനെ 4 16 മാർക്കാണ്. അപ്പോൾ ഒരു അക്ഷരം വായിച്ചാൽ ഊന്ന് വായിച്ചാൽ 2 മാർക്ക് ഉണ്ടാവും, ഉബ് എന്ന് വായിച്ചാൽ 4 മാർക്കായി. അങ്ങനെയാണ് അതിന്റെ മാർക്ക്. ഇനി നോക്കാം, ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ്. മുസ്ലിമുൻ എന്നത് വായിക്കാൻ ഇതെന്താ വായിക്കാം? മുസ്ലിമുൻ. ഇവിടെ 3 മാത്രം വായിച്ച കുട്ടിക്ക് അതിന്റെ മാർക്ക് കിട്ടും. സിന് വേറെ മാർക്ക്, ലീന് വേറെ മാർക്ക്, മുന് വേറെ മാർക്ക്, അങ്ങനെയാണ്. എല്ലാം ചേർത്തി വായിക്കുമ്പോൾ ഫുൾ മാർക്ക്, അങ്ങനെയാണ് വരിക. അപ്പോൾ ഈ മുസ്ലിമുൻ എന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ പുസ്തകത്തിൽ കുറേ സ്ഥലങ്ങളുണ്ട് അല്ലേ. ഇതിപ്പോൾ ഈ മുസ്ലിം എന്നുള്ള ഭാഗം വന്നത് ഈ പാഠത്ത് നിന്ന്, സമക്കും പാഠത്തു നിന്നാണ്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ വായിക്കുന്നതും കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുന്നതുമാണ്. പക്ഷേ ഇവിടെ മുസ്ലിം എന്ന് വന്നത് ഇവിടെയാണ്. അതായത് ഇത് എഴുതാനുള്ളതാണ്, വായിക്കാനുള്ളത്, രണ്ടും ഉള്ളതാണ്. പക്ഷേ എന്താണ്, ഉസ്താദുമാരുടെ സമയക്കുറവ് കൊണ്ട് ഒരു പക്ഷേ ഇതൊക്കെ പാടെ പഠിപ്പിക്കണ്ടേ കുറഞ്ഞ സമയത്തിനുള്ളിൽ. ഇതെല്ലാം വായിപ്പിക്കണം, ഇത് ബോഡീകരിക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ ഇതൊക്കെ ബോർഡിൽ എഴുതി പഠിപ്പിക്കുക, പിന്നെ ഇതും ബോർഡിൽ എഴുതി പഠിപ്പിക്കുക. അപ്പോൾ സമയം കുറഞ്ഞ ഉസ്താദുമാർക്ക് വലിയ പ്രയാസം തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ നിന്നൊക്കെ വായിക്കാൻ വരും എന്നുള്ളത് അല്ലേ. ഇതൊക്കെ വായിക്കാൻ വരികയാണെങ്കിൽ ഒരു പക്ഷേ കുട്ടികൾ വായിക്കും. പക്ഷെ ഇതാകുമ്പോൾ എന്താകും, അത്ര പരിചയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനി ഇതൊക്കെ വായിച്ച് പഠിച്ച കുട്ടികളാണെങ്കിൽ ഫുൾ ഓക്കെ ആയിരിക്കും, നല്ല മാർക്ക് ഉണ്ടാകും. അപ്പോൾ ഇതും നമ്മൾ പരീക്ഷയ്ക്ക് ചോദ്യം പ്രതീക്ഷിക്കണം എന്ന് മനസ്സിലായി. അപ്പോൾ ഉസ്താദുമാർക്കാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രയാസം വരുന്നത്. അതായത് ഒരു പാഠത്തിൽ എന്തെല്ലാം പഠിപ്പിക്കണം, മുമ്പത്തെ പുസ്തകം പോലെയല്ല. ഇപ്പോൾ ഒരു പാഠത്തിൽ ഇത് ആദ്യം ഈ പാഠത്തിലെ ചിത്രത്തിലെ പേരും അതിൻ്റെ പേരും അക്ഷരം പഠിപ്പിക്കണം. അതിനുശേഷം പിന്നെ ഇത് മുഴുവനും പഠിപ്പിക്കണം, പിന്നെ ഇത് മുഴുവനും പഠിപ്പിക്കണം. ഇതിനൊക്കെ എത്ര ദിവസങ്ങൾ എടുക്കും. അപ്പോൾ ആ അക്ഷരങ്ങൾക്ക് വായിക്കാൻ പ്രയാസമുള്ള പിന്നെ കുട്ടികൾ കൂടുതലുള്ള ഒരു മദ്രസയാണെങ്കിൽ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, അതൊക്കെ തരണം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. ഇനി അതേപോലെ കമിൻത, ഇതെന്താ വായിക്കേണ്ടത്? കമിൻത. ഇത് മുസ്ലിം എന്നാണ്, ഇത് കമിൻത. പക്ഷേ അക്ഷരങ്ങൾ മനസ്സിലാക്കിയ കൂട്ടി വായിക്കാൻ പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ എങ്ങനെയെങ്കിലൊക്കെ വായിക്കും. എന്നാൽ പിന്നെ തീരെ പരിചയമില്ലാത്ത അക്ഷരം പ്രയാസമുള്ള കുട്ടികളാണെങ്കിൽ ഇതൊന്നും വായിക്കാൻ കഴിയില്ല, നേരത്തെ പഠിപ്പിച്ചു കൊടുക്കാതെ. അടുത്ത ഇതെന്താ വായിക്കേണ്ടത്? കമിൻത. കമിൻത ഇതും നമ്മൾ പറഞ്ഞതുപോലെ ഇവിടുന്നാണ് വന്നത്. ഇവിടുന്നാണ് വന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വായിക്കാൻ വരും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വായിക്കാൻ വരും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവിടെ നിന്നല്ല, ചോദ്യം വന്ന ഇവിടുന്നാണ്. കമിൻത. കണ്ടോ? അപ്പോൾ നമ്മൾ ഇതും പഠിക്കണം എന്ന് മനസ്സിലായി. അടുത്ത് അർണബുൻ. അടുത്ത വായിക്കേണ്ട എന്താണ്? അർണബുൻ. അർണബ് പിന്നെ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ പല ഉസ്താദുമാരും കവർ ചെയ്യുന്നതാണ്. പക്ഷെ ഇതും കൂടിയും വായിപ്പിക്കുകയും ഇത് എഴുതും കുട്ടികൾ, പക്ഷെ ഇതും കൂടിയും വായിപ്പിച്ച് എഴുതിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിനൊക്കെ ടൈം വളരെ പ്രയാസം തന്നെ ആയിരിക്കും. പക്ഷെ എന്ത് ചെയ്യുക, ഇതൊക്കെ പഠിച്ച കുട്ടികൾക്ക് ഇത് വായിക്കാൻ കിട്ടണം. അത് ഓരോ അക്ഷരം വെച്ചിട്ട് വീട്ടിൽ നിന്ന് വായിക്കണം. പക്ഷെ ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വായിക്കുക എന്ന് പറഞ്ഞ സമ്പ്രദായമല്ല. ഏതായാലും പോട്ടെ. അപ്പോൾ അർണബുൻ. അടുത്തത് ഇത് നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യമാണ്, ഇങ്ങനെ അക്ഷരങ്ങൾ വായിക്കാൻ ഉണ്ടാവുന്നു. അതേപോലെ വന്നും ചെയ്ത്. ഇത് ബാ നല്ല വായിക്കേണ്ടത്. ബാ, സീന്, യാ, വാവ്, നൂന്. ബാ, സാസ്, യാ, വാ, ന അങ്ങനെ വായിച്ചാൽ മാർക്ക് കൊടുക്കാൻ പറ്റൂല. ബാ തന്നെ വായിക്കണം. ബാ, സീന്, സാ എന്ന് വായിച്ചാൽ മാർക്ക് കൊടുക്കാൻ പറ്റൂല. യാ, വാവ്, നൂന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പിന്നെ 1ാം ക്ലാസ്സിന്റെ തഫ്ഹീമു തിലാവ ആൻസർ കീ.